അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ കിച്ചണിലെത്തിയിട്ടുണ്ട്. മക്കൾക്ക് മദ്രസയിൽ എക്സാമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊതിർന്ന് വരുമ്പോഴത്തേക്കുള്ള തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ചിരകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ തേങ്ങ ചിരകി എടുത്തപ്പോൾ കയ്യുമ്മ അങ്ങനെ ചെറിയൊരു നീറ്റൽ വന്നപ്പോൾ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മുറിവുണ്ടായിരുന്നല്ലേ കയ്യുമ്മ, അതിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. മുറിവ് കാണാൻ ചെറുതാണ് കേട്ടോ, പക്ഷേ ഉള്ളിലേക്ക് നല്ലോണം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് നല്ലോണം വരുന്നുണ്ട്. ഞാൻ രാവിലെ ഉള്ളു കൊടുത്തപ്പോൾ അയച്ചിട്ടതേന് ടൈമുള്ള സ്റ്റിക്കർ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി. പിന്നെ അതാ നമ്മളെ പുട്ടുപൊടിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, പൊടിയൊക്കെ നനഞ്ഞ്. അപ്പോൾ ഞാൻ പുട്ടൊക്കെ വേഗം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിന് ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് കുറേ പണികൾ പെൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പ് പണി ഇന്നും നാളെയൊക്കെ ആയിട്ട് മുഴുവനാക്കണം എന്ന് വിചാരിച്ചതേനു. പക്ഷേ ഇപ്പോൾ കയ്യിന് ഇങ്ങനെ ആയതുകൊണ്ട് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇന്നും നാളെയും കൂടെ കഴിയട്ടെ, എന്നിട്ട് പിന്നെ അതൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടം ആക്കി. പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പപ്പടം കൂട്ടിയിട്ട് അങ്ങനെ പുട്ടും പപ്പടം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ പഴം ഉണ്ടായിന് നമ്മളെ വീട്ടിൽ, പഴമൊക്കെ കഴിഞ്ഞിങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അനിയത്തിക്കുട്ടിക്ക് സ്കൂൾ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഓളെ വണ്ടി ഒരു 7:30-7:45 ആവുന്ന സമയത്ത് വരും. അപ്പോൾ ഓൾക്കുള്ളതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് പിന്നെ ഇതാ ഞാനും ചെറിയൊരു കഷ്ണം പുട്ടും ഒരു പപ്പടമൊക്കെ എടുത്തിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഉമ്മ കുറച്ച് നേരത്തെ ചായ കുടിച്ചിട്ടുണ്ട്. ഉമ്മക്ക് ഇൻസുലിനൊക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ ചായ കുടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഐഫക്കുട്ടി റിച്ചും ചായയൊക്കെ കുടിച്ച് മദ്രസക്കൊക്കെ പോയി. പിന്നെ ഇതാ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തന്നതാണ്. ഇവർ പ്രൊഡക്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്ന പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ അതൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. കാസ്റ്റ് അയറേൻ്റെ കുക്ക് വെയറാണ് ഇതൊക്കെ. ഇപ്പം ഞാൻ കിച്ചണിൽ അധികം യൂസ് ചെയ്യൽ ഇവരെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് പിന്നെ മീനൊക്കെ പൊരിക്കാനുള്ളൊരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, അയൺ കാസ്റ്റേൻ്റെ, ഞാൻ അടുപ്പത്തൊക്കെ വെക്കണേ ആ ഒരു ഫ്രൈ പാനൊക്കെ അവർ അയച്ച് തന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ 2 കടായി അയച്ച് തന്നിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഒരു കുക്കർ അയച്ച് തന്നിട്ടുണ്ട്. പിന്നെ അയൺ കാസ്റ്റേൻ്റെ ഒരു 2 സ്ക്വയർ തവ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള പാനുകളാണ് കേട്ടോ അതൊക്കെ. മൊത്തം 4 ഉണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്തി കുക്ക് വെയറാണൊക്കെ. അതേപോലെ തന്നെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 100% നാച്ചുറൽ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാനുകളെ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുള്ള പാനുകളാണ് കേട്ടോ. ഒക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പാനുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇതിൽ അയറൻ പാനുകളാണ് കേട്ടോ ഉള്ളത്. അതേപോലെ തന്നെ തവ ഉണ്ട്, അയറൻ കടായി ഉണ്ട്. അങ്ങനെ 4 ഐറ്റംസാണ് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിത് കറണ്ട് അടുപ്പുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ ഗ്യാസുമ്മൽ പിന്നെ വിറകടുപ്പിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ അയറേൻ്റെ തവ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യലെന്നൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും. ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതൊക്കെ സീസണിങ് കഴിഞ്ഞ് വരുന്ന പാനുകളായതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് മയക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. മയക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയിട്ട് എണ്ണയൊക്കെ ആക്കിയിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്താൽ തന്നെ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ മൺകലം മയക്കിയെടുക്കുമല്ലോ, കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കലില്ലേ, ആ ഒരു രീതിയിൽ ചെയ്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്താൽ മതി.
അപ്പോൾ ആദ്യം ഞാൻ ഈ 4 പാനും കുറച്ച് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. തുടച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ അതിലിങ്ങനെ ഒരു കറുത്ത കളർ ഉണ്ടാവുമല്ലോ, അത് ഈ ഒരു പിന്നെ ഇരുമ്പിൻ്റെ അംശങ്ങളാണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ ശരിക്കിന്. അപ്പോൾ അതിങ്ങനെ പോരും. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ ഇതിൽ കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ആ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും നമ്മളെ ഫുഡിന്. അപ്പോൾ അതില്ലാതെക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മളിത് കഴുകി വെക്കുമല്ലോ. കഴുകി വെക്കുമ്പോൾ ഇതേപോലെ നല്ലോണം തുടച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളിത് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അവരിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് അത് നോക്കിയിട്ട് ചെയ്താൽ മതി കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 4 സ്റ്റെപ്പാണ് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വാഷ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തു. പിന്നുള്ളത് അതൊന്ന് തുടച്ചെടുക്കുകയാണ്, അതും നമ്മൾ ചെയ്ത്. ഇനി ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അവർ നമുക്കൊരു ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അപ്പം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തരുന്നില്ല. അപ്പോൾ അതിലെന്താ എഴുതിക്കണമെന്നൊക്കെ നമുക്ക് ഒഴിവാലെ നോക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് ഈ ഒരു കടായിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഗ്രീൻ ചിക്കനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി വെച്ചിന് കേട്ടോ. കഴുകിയിട്ട് അത് വെള്ളമൊക്കെ പോയിട്ട് ഞാനൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പുതിനയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് പുതിനയില അല്ല കേട്ടോ, മല്ലിയില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ ചിക്കൻ ആയതുകൊണ്ട് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ പച്ചമുളക് പിന്നെ നടുക 2 പീസാക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് കുത്തിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ വെച്ചാൽ കസ്കസാണ് കേട്ടോ. കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിലിടാഞ്ഞാൽ അത് പൊതിർന്ന് കിട്ടൂല. ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കടല ഉണ്ടല്ലോ, നിലക്കടല കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് അത് ചേർത്താലും മതി കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കന് ഇട്ട ആ ബൗളും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് കുറച്ച് പുളി കുറവുള്ള തൈരാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഒരു 2-3 സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ തൈരൊക്കെ നമ്മളെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കുക. നല്ല പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക, പുളി കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അങ്ങനെ തൈരൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ച ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മസാല നല്ല ഗ്രീൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ചിക്കൻക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചിക്കനിലൊക്കെ ഇത് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിലേക്കാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിൽ ഇതേപോലെ പിന്നെ മിക്സാക്കി കൊടുക്കാനൊക്കെ ഈസി ആവും. അപ്പോൾ ഞാനപ്പോൾ ആ ഒരു പാത്രത്തേക്കാണ് ഇട്ടത്. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തേക്ക് മാറ്റാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിലെല്ലാം ഇട്ടിട്ട് മിക്സാക്കി കൊടുത്തു. പിന്നെ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പാനുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ 2 പാനുകളാണ് കേട്ടോ കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഒന്നിൽ പിന്നെ ഈ ഗ്രീൻ ചിക്കനും ഉണ്ടാക്കണം, അതേപോലെ തന്നെ ഈ വാഴൻ്റെ എണ്ണിക്കാമ്പ് ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം ഒരു പാനിൽ. അപ്പോൾ നമ്മളെ പാന് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, അധികമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതേപോലെ തന്നെ മറ്റേ പാനക്കും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 പാനും നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് ഇതിനുള്ളിൽ നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ക്ലീനായി കിട്ടുന്നത് വരെ നല്ല രീതിയിലൊന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ തുടക്കുമ്പോൾ കാണില്ലേ കറുത്ത കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കൈ പൊള്ളണത് നല്ലോണം ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ട് നമ്മളെ പാന്.
ഇങ്ങനെ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഒരു പാൻ ഇവിടെ ക്ലീനായി കിട്ടിയിരിക്കണം. ഇനി ഞാൻ നല്ലോണം അതൊന്ന് കഴുകിക്കൊണ്ടിട്ടെ. എന്നിട്ട് വീണ്ടും ഞാനൊന്ന് ചൂടാക്കിയിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുമില്ല കേട്ടോ, അപ്പോൾ നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ മറ്റേ പാനും ചെയ്തിട്ടുണ്ട്. അതിന് പാനല്ലല്ലോ, ഇത് കടായിയാണ്. അപ്പോൾ നമുക്കിനി നമ്മളെ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാകത്തെ കടായിയാണ് കേട്ടോ. ഇതിൻ്റെ കയ്യിൽ ഇത്ര പോകുന്ന ചെറിയ കടായില്ല, നമുക്ക് അടുപ്പത്തൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കടായില്ല കേട്ടോ. നമ്മൾ വിറകടുപ്പിലാണല്ലോ അധികം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 2-3 ഏലക്കായും ചെറിയ ഒരു കഷ്ണം പട്ട എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒരു 2 ഗ്രാമ്പൂ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ പിന്നെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിനല്ലോ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കളർ ഇങ്ങനെ പച്ച കളറാകുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ എന്തായാലും റിച്ചുവിനല്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് റിച്ചു പറഞ്ഞു ഓനക്ക് ആ മല്ലിയിലൻ്റെ ആ ഒരു കുത്തുണ്ടല്ലോ, ആ ഒരു കുത്ത് നല്ലോണം ഉണ്ട് ഇതിന് എന്ന് പറഞ്ഞാണ്ട് ഓൻ വല്ലാതെ കഴിച്ചിട്ടില്ല ഇനി കേട്ടോ. മറ്റവരൊക്കെ കഴിച്ച് കുഴപ്പമൊന്നുമില്ല, ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടേന്. പിന്നെ അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒന്ന് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വാഴൻ്റെ ഇണ്ണിക്കാമ്പുണ്ടല്ലോ, അത് ഇവിടെ ഉമ്മ പൊളിച്ച് വെച്ചത് കഴിഞ്ഞിട്ടത് ഉമ്മ പോയിട്ടപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ഉമ്മ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ പറഞ്ഞു കേട്ടോ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കേണ്ടി നല്ലതാണിത് എന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടികളുടെയായാലും നമ്മളുടെയായാലൊക്കെ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക മുടി അങ്ങനെയുള്ളതൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ പോകുമെന്നൊക്കെ പറയണ കേൾക്കുക അത് കഴിച്ചാൽ. അപ്പോൾ ഞാനിത് അതിങ്ങനെ ഇതേപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്കിത് ഉണ്ടാക്കണതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അതിലൊരു നൂലുണ്ടാവുമല്ലോ, ആ നൂല് കളയുന്നതാണ് കേട്ടോ മടി, അതിങ്ങോട്ട് പോയി കിട്ടൂല. അപ്പോൾ ഞാനിത് അതിങ്ങനെ വട്ടത്തിലാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും എടുക്കണില്ല കേട്ടോ, കുറച്ച് എടുക്കണുള്ളൂ. ഒരു കഷ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എപ്പോഴേലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ നൂലെടുക്കാനായിട്ട് ഇനി ഞാൻ ഇതുമ്പോൾ നല്ലോണം നൂലുണ്ട്. ഇതേപോലെ 2 എണ്ണം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരുമ്മി കൊടുത്തു. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു രീതിയിൽ ചെയ്തു, നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്ത് അപ്പോഴും ചെറുതായിട്ടൊക്കെ നൂലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലോണം നൂലുണ്ട് ഇട്ടതുമ്മൽ. അങ്ങനെ ഞാൻ അതിൻ്റെ നൂലൊക്കെ പിന്നെ ഒരു വിധമൊക്കെ കളഞ്ഞാണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കട്ട് ചെയ്യാനൊന്നും ഒരു പണിയില്ല, കട്ടയിലൊക്കെ എളുപ്പം കഴിയും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഉമ്മ പറഞ്ഞന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ നൂല് കളഞ്ഞാലും ഇനിയുണ്ട് കേട്ടോ നൂല് കുറച്ചും കൂടിയൊക്കെ. അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുത്താണ്ട് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ കമ്പ് ഉണ്ടാവുമല്ലോ, മുള്ളില്ല കമ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെണിഞ്ഞ് നിൽക്കുന്ന കമ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കമ്പ് വെച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിലും ആ കമ്പുമ്മ കൂടെയൊക്കെ ആ നൂല് പെനയും കേട്ടോ. അപ്പോൾ നമുക്കത് എടുക്കാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. കുറച്ചൊക്കെ നൂലൊക്കെ പോന്നിക്കണം, കുറച്ചൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മളിപ്പോൾ മയക്കിയെടുത്ത ആ ഒരു പാനക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇലയ്ക്ക് ഇപ്പോൾ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. നമ്മളെ കറിവേപ്പ് മരത്തുമേലൊന്നും ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇല്ല. പിന്നെ ഉള്ളതൊക്കെ നല്ല മൂത്ത് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന സൈസാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളണ്ടി. അപ്പോൾ ഇത് നമ്മൾ കറണ്ട് അടുപ്പുമ്മലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കറണ്ട് അടുപ്പുമ്മൽ വെച്ചിട്ടുണ്ട്. കറണ്ട് അടുപ്പുമ്മൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ തീ നല്ലോണം കുറച്ച് കൊടുക്കണം കേട്ടോ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 400-ലാണ് ഇട്ടിട്ടുള്ളത്, ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ കറണ്ട് അടുപ്പിനെ കുറിച്ചിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്, എവിടുന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ കറണ്ട് അടുപ്പ് ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് 9 വർഷമായിട്ടുണ്ട് കേട്ടോ.
അത് ഞാൻ വാങ്ങിയതല്ലേ, ഇനി നമ്മൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിന് കേട്ടോ, കുറച്ച് ഒരു 2 വർഷം വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അന്ന് എൻ്റെ അപ്പ വാങ്ങി തന്നതേന് കേട്ടോ അത്. അപ്പോൾ എവിടുന്നാണ് വാങ്ങിയത് എന്താണെന്നൊന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല കറണ്ട് അടുപ്പാണ് കേട്ടോ. അന്ന് ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ അന്നൊന്നും എനിക്ക് ഗ്യാസൊന്നും ഇല്ലേന് കേട്ടോ, ഈ കറണ്ട് അടുപ്പ് തന്നെ ഉള്ളതിന്. ഗ്യാസൊക്കെ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടാണ് പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ എപ്പോഴും ഒരു കേടും കൂടാതെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും നമ്മളെ കറണ്ട് അടുപ്പ്, ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണിക്കാമ്പൊക്കെ ഇതാ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിക്ക് പിന്നെ അരി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് വേവിച്ചിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇതിൽ തന്നെ ഉണ്ടാവും വെള്ളം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അതിന് ആവി ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ വെന്ത് കിട്ടും. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കൽ ഇതേപോലെ എണ്ണിക്കാമ്പ് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കും. പിന്നെ പച്ചമുളകും തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ഇത് പറഞ്ഞു തന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഒക്കെ ഇട്ടാണ്ട് ഒന്ന് തൂമിച്ചും കൂടെ എടുത്തപ്പം നല്ല ഉഷാറായി. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാനും തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ ഗ്രീൻ ചിക്കനും അതേപോലെ തന്നെ പിന്നെ ഈ എണ്ണിക്കാമ്പ് ഉപ്പേരിയാണ് കേട്ടോ. കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻഡസ് വാലിൻ്റെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനറിയില്ല, കാരണം അവർ നമുക്ക് റിവ്യൂ ചെയ്യാൻ അയച്ചു തരുന്നതല്ലേ. പിന്നെ ചില സമയത്ത് റേറ്റ് കൂടും, ചില സമയത്ത് റേറ്റ് കുറയും. ചിലപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റേറ്റ് കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. 100% ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ്, വിശ്വസിച്ച് വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. റസീന എന്നാണ് കേട്ടോ കൂപ്പൺ കോഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.